തേ നീ വന്നോ? ഞാൻ ഞാൻ ഞാനത് ഞാനത് റെഡിയാവത്തുണ്ട്. കുക്കി അങ്ങനെ പറഞ്ഞ്. ഐ എം സോറി കുക്കി. ബേബി നീ ഇങ്ങനെ പാനിക് ആവല്ലേടാ. സോറി. ഇത് ഞാനല്ലേ സോറി പറയണ്ടേ, നീ എന്തിനാ? ഐ എം സോറി. ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഇനി നീ എപ്പോൾ റെഡി ആവുന്നോ അപ്പം മതി നമുക്കെല്ലാം. എനിക്ക് നീയല്ലടാ വലുത്. ഐ ലവ് യു ദേ. ഐ ലവ് യു സോ മച്ച്. ലവ് യു ടു കുക്കി. നീ എന്നോട് സോറി ഒന്നും പറയണ്ട. നീ എന്നെ മനസ്സിലാക്കിയില്ല, അത് മതി എനിക്ക്. അപ്പോൾ നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നേ. എനിക്കറിയാം നിൻ്റെ കിസ്സില്ലാതെ എനിക്ക് ഒരു ഉറക്കം വരത്തില്ല. വേഗം വന്നിച്ച് അതിനൊരു കിസ് തന്നേ. ചാനി എഴുന്നേക്കുതാ. ടൈം എത്രയെന്ന് വെച്ചാ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? വേഗം എഴുന്നേക്ക്. ചാനി എഴുന്നേറ്റോ? പപ്പ ഇപ്പൊ എഴുന്നേക്കും. അതിനു മുമ്പ് നീ എഴുന്നേറ്റ് കണ്ടില്ലെങ്കിൽ നിനക്കറിയാലോ. പപ്പേന്റെ നല്ല അടി വേണ്ടെങ്കിൽ വേഗം പോയി കുഴിച്ചിട്ട് വാ. കഷ്ടമാണ് നോക്കല്ലോ, ഒരു കൊച്ചുവിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നിങ്ങൾ ആരോട് ഞാൻ മിണ്ടത്തില്ല. ഞാൻ പോവാ. ഓ മമ്മയുടെ പൊന്നൂസ് പെണ്ണങ്ങല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ പപ്പ എഴുന്നേറ്റാ നിനക്കറിയാലോ. മമ്മക്ക് നീയല്ലാതെ വേറെ ആരാടാ ഉള്ളത്? ആ ശരി, നീ വേണ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഞാനും പോവാ. ഇനി എന്നോട് നീ മിണ്ടാ വരണ്ട. അയ്യോ മമ്മി പെണ്ണല്ലേ, ചാനി തമാശ പറഞ്ഞതല്ലേ. ചാനിക്ക് മമ്മി ഒരു കളിഷ്ടം. ഞാൻ ഇപ്പൊ പോയി റെഡി ആയിട്ട് വരാട്ടോ. ജിനി, എന്താ അൽഫ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു. നീ എവിടെയായി രാവിലെ തന്നെ? നിനക്കറിയാലോ ഞാൻ എഴുന്നേക്കുമ്പോൾ എനിക്ക് നിന്നെ ഇവിടെ കാണണമെന്നും എനിക്ക് എൻ്റെ മോർണിംഗ് കിസ് കിട്ടണമെന്നും. അതെപ്പോഴും നിന്നോട് പറയണോ? എല്ലാ നേരവും എവിടെ പോയിരിക്കുമായിരുന്നു? ഏതെങ്കിലും ആണുങ്ങളോടൊറ്റോ? ഞാൻ ബാക്കി പറയുന്നില്ല രാവിലെ തന്നെ. അയ്യോ അൽഫ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ചാനി എഴുന്നേക്കാൻ പോവായിരുന്നു. അവനിന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതാ ഞാൻ വൈകിയത്. സോറി അൽഫ. ഓ എന്ത് ചെയ്താലൊരു സോറി. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ. വാ ഇങ്ങോട്ടേക്ക് വാ, എൻ്റെ മോർണിംഗ് കിസ് തന്നിട്ട് പോയിക്കുവേനോ. ഓ ഒരു സാധനം എവിടെ വെച്ചാൽ കാണത്തില്ല. ജിമ്മിൻ. ഓ എന്തിനായി രാവിലെ തന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കാര്യം എന്താണെന്നൊന്ന് പറ. ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. ഐ ആം യുവർ മേറ്റ്, ഗിവ് മീ സം റെസ്പെക്ട്, ഓക്കെ? ഓ പിന്നെ റെസ്പെക്ട് തരാൻ പറ്റിയൊരു അതൊരു കണ്ടാലും മതി. പൂച്ചന്റെ മുകളിലുള്ള കഴുത. ഡാലാടാ നീ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോ? അയ്യോ നാമൊന്നും പറഞ്ഞില്ലേ. അല്ല എന്തിനാണോ തമ്പ്ര നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഓ ഇവന്. എന്റെ റെഡ് ഫയൽ എവിടെയാ? ഞാൻ ഇവിടെ ടേബിളിൽ വെച്ചതാ. അയ്യോ ആ റെഡ് ഫയൽ നിങ്ങളുടേതായിരുന്നോ? എന്റെ ദൈവമേ. റെഡ് ഫയൽ എന്തിയാ? നീ എവിടെയെങ്കിലും കണ്ടോ? നേ കണ്ടു. അത് കുറച്ചു മുമ്പ് ആ സ്റ്റെപ്പ് എറിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കുറെ വിളിച്ചത് പക്ഷെ കേട്ടില്ലാന്നേ. അല്ല പിന്നെ നിങ്ങളുടെ റെഡ് ഫയലൊക്കെ എനിക്ക് എങ്ങനെയാ അറിയുന്നത്? നിങ്ങളുടെ സാധനം തൊടാണെന്ന് എനിക്ക് പറയുന്നില്ല. നിങ്ങളുടെ മറ്റവളോട് ചോദിച്ചു നോക്ക്. ജിമ്മിൻ മൈൻഡ് യുവർ ലാംഗ്വേജ്, യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്. അയ്യോ ഞാൻ പേടിച്ചു പോയി. അല്ല പിന്നെ നിങ്ങളെപ്പോലത്തെ പൂച്ചയൊക്കെ പേടിക്കാൻ ഞാൻ നല്ല മണ്ടനൊന്നും അല്ല. നീ എന്താ ഇപ്പൊ എന്നെ വിളിച്ചത് എന്നും പറഞ്ഞ് നമ്മുടെ യോങ്കി ജിമ്മിന്റെ അടുത്തേക്ക് പോകുന്നു. ജിമ്മിനെ മതിലേക്ക് ചാരിനെത്തിക്കുന്നു. പൂച്ച യോങ്കി ആൽഫ മാറ്. എൻ്റെ അടുത്ത് വരരുതേ ആൽഫ.
നിനക്ക് ഇപ്പം എന്നെ അങ്ങനെ വിളിക്കാൻ ധൈര്യമില്ലേ? കുറച്ചു മുമ്പൊന്നും ഇത് ഞാൻ കണ്ടില്ലല്ലോ. ആൽഫ, ആ ആ എന്നെ വീട്, ആ എൻ്റെ ജിമിൻ 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 എന്താ പറ്റിയ? എന്തെങ്കിലും എന്താ പറ്റിയ? ആ എൻ്റെ വയറ്, ആ എൻ്റെ ആ മരുന്നൊന്ന് തരോ? ജിമിൻ ഇപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? എനിക്ക് വേദന ഉണ്ടെങ്കിലും വേദന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? ഞാനും ഈ ബേബിയും ജസ്റ്റ് മിസ്റ്റേക്ക് ചെയ്യൂ, am I right? അതുകൊണ്ട് നിങ്ങൾ പേടിക്കണമെന്നൊന്നുമില്ല. ഞാനും എൻ്റെ കുഞ്ഞ് മരിച്ച നിങ്ങൾക്ക് എന്തില്ലെന്ന് എനിക്കറിയാം. സോ പ്ലീസ് ലീവ് ഫ്രം ഹിയർ. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതെ, യു ബോത്ത് ആർ മിസ്റ്റേക്ക് ഫോർ മീ. അത് മാത്രമല്ല, ഇത് എൻ്റെ റൂമോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ല. നിനക്ക് വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങളെപ്പോലത്തെ ഒരു മേറ്റ് കിട്ടിയത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ തന്നെ പോയിക്കോളാം. നീ എന്നെ എന്താ ചെയ്തത്? ഞാൻ മിങ്കുവിനോട് എപ്പോഴും പറയും, ഒമേഗമാർ ആൽഫയാണ് ഒബേ ചെയ്യുന്നത്, ആൽഫ ഒരിക്കലും ഒമേഗയെ ഒബേ ചെയ്യരുതെന്ന്. ബട്ട് നോക്കല്ലോ, എനിക്കെന്താ പറ്റി? ഞാൻ ചെയ്തത് ഒരിക്കലും തെറ്റാന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇന്നലെ ഞാൻ അവനോട് അങ്ങനെ ചെയ്തത് ഞാൻ സോറി വരെ പറഞ്ഞു. ഇറ്റ് വാസ് വെരി ഷോക്ക് ടു മീ. വൈ? ബിക്കോസ് ഐ ലവ് ഹിം. ഓഫ് കോഴ്സ് ഐ ലവ് ഹിം. ബിക്കോസ് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരിക്കാം. ബട്ട് എനിക്കറിയില്ല. ബട്ട് ഐ ക്യാൻ ലോസ് യു ദയ. നീ വിചാരിച്ച പോലത്തെ ഒരു ആൽഫ ഒരിക്കലും ഞാനാവില്ല. ഐ ഹാവ് സോ മെനി റെസ്പോൺസിബിലിറ്റീസ് ഓൺ മൈ ഹെഡ്. ബട്ട് ഈ ബാക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊന്നും നിനക്ക് ഒത്തുചേരാൻ കഴിയുമോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ദയ യു ക്യാൻ. എനിക്ക് എൻ്റെ ബീച്ച് സൈഡ് ഒരിക്കലും നിൻ്റെ മുമ്പിൽ എടുക്കണമെന്നില്ല. ബട്ട് നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. സോ പ്ലീസ് ദയ, പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് മീ ഓൾവേസ്. എനിക്കറിയാം ഇപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്നും എനിക്ക് നിന്നെ ഒരിക്കലും എൻ്റെ പപ്പ എൻ്റെ മമ്മയെ ലൂസ് ചെയ്ത പോലെ ലൂസ് ചെയ്യാൻ പറ്റില്ല. ഒമേഗമാർക്ക് ഫ്രീഡം ഒരിക്കലും കൊടുക്കരുത്. അവർ നമ്മളെ വിട്ടു പോകും. ഇറ്റ് വാസ് വാട്ട് മൈ ഡാഡ് തോട്ട് ടു മീ. എനിക്കത് ചെയ്തേ പറ്റൂ. എന്തിനാ ജൂൺ, എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ? നിങ്ങൾക്ക് എന്നോട് എന്നെയല്ല നിങ്ങൾക്ക് ഇഷ്ടം. യു ഓൺലി ലവ് മൈ ബോഡി. എന്താ എന്നെ സ്നേഹിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക്? ഐ ലവ് യു. ജിൻ, നീ എനിക്ക് മാത്രമുള്ളതാ. നിന്റെ ബോഡിയും നിന്റെ ഹേർട്ടും നിന്റെ മൈൻഡും നിന്റെ സോളും എല്ലാം. യു ആർ ജസ്റ്റ് എ സ്ലേവ് ടു മീ. എൻ്റെ മാത്രം വേറെ ആർക്കും ഞാൻ നോക്കാൻ സമ്മതിക്കില്ല നിന്നെ. ഞാൻ എന്ത് തെറ്റായി ചെയ്തത്? എപ്പോഴും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ഒരുപാട്. ഒരിക്കലും ഞങ്ങൾ എന്നോടൊരു സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് മടുത്തിങ്ങനെ ബോർഡായി സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ കുഞ്ഞ് വെറും മിസ്റ്റേക്ക് മാത്രമാണ് നിങ്ങൾക്ക്. എനിക്കെന്തിനാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വേച്ചമായ അവർ പെട്ടെന്ന് പെയിൻ വന്നപ്പോൾ ഞാൻ എന്തിനാ പാനിക്കായി? ഡിഡ് ഐ ലവ് ഹിം? നോ യുങ്കി, നോ. നിനക്ക് അങ്ങനെ ഒന്നുമില്ല. നിനക്ക് ആരോടും അങ്ങനെയില്ല.
എനിക്കിങ്ങനെ ജീവിക്കുകയും അങ്ങ് പെയിനൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഐ ഡോണ്ട് ലവ് ഹിം. ആൻഡ് ആ കുഞ്ഞിയും അവർ രണ്ടിൻ്റെ മിസ്റ്റേക്കാ. ഓക്കെ. They both are your mistake. Nothing more.